തൃശ്ശൂരിലെ നാട്ടികയിലെ അപകടത്തിൽ 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആ അപകടത്തിൽ മരിച്ച കാളിയപ്പനും ജീവനും നാഗമ്മയും ബംഗാരിയും വിശ്വയും എല്ലാം താമസിച്ചിരുന്ന ഈ 2 ചെറിയ വീടുകളിലാണ്. ഇവർ ഈ സ്ഥലം വിട്ടിങ്ങനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുകയാണ്. പല സ്ഥലത്തും ആക്രി പറക്കി അത് തൃശ്ശൂരിലെ ഒരു ഗോഡൌണിൽ വിറ്റ് അങ്ങനെയാണ് അവർ അന്നേക്കുള്ള ഉപജീവന മാർഗം തേടുന്നത്. കണ്ടോ, വളരെ ചെറിയ വീടാണ്, വലിയ ദാരിദ്ര്യ സാഹചര്യത്തിൽ നിന്നാണ് അവർ വരുന്നത്. അതുകൊണ്ടാണല്ലോ ഈ റോഡ് സൈഡിലൊക്കെ ഉറങ്ങി ആക്രിയൊക്കെ പറക്കി അവർക്ക് ജീവിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ വീട്ടിന്റെ അടുത്ത് താമസിക്കുന്ന ബീന ചേച്ചി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചിക്കാണ് ഇവരെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത്. ഇവര് എന്നാ പോയത്, അങ്ങനെ അറിയൂ? അവരിപ്പോ പോയിട്ട് 1 മാസമായി. എങ്ങനെയാണ് ഇവരുടെ രീതി? എങ്ങനെയാണ്? ഇടയ്ക്ക് പോയി വരും? അങ്ങനെയാണ് ഇടയ്ക്ക് പോയിട്ട് വരും, ഇവിടെ ഇരിക്കും, കുറച്ച് ദിവസം ഇരിക്കും, പിന്നെ കയ്യിലെ കാശൊക്കെ തീർന്ന് മറുപടിയും പോകും. എവിടെയാണ് ഇവർ ആക്രി പറക്കിയിട്ട് വിൽക്കണത്? അവര് എവിടെ ഇരിക്കുന്നു ആ ഭാഗത്തൊക്കെ തന്നെ ഇരിക്കണം. ഇപ്പൊ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് അവിടെ ഇരിക്കും, പിന്നെ തൃശ്ശൂർ പാലിയക്കര ഇരിക്കും. വല്ലാത്തൊരു അപകടമായി പോയില്ലേ? അത് ശ്രദ്ധക്കുറവുണ്ട്. പിന്നെ വിളിച്ചു തന്നെ, അപ്പൊ എനിക്ക് ശബ്ദം തന്നെയില്ല. അപ്പൊ ഞാൻ ഫോൺ എടുത്തില്ല. എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും പറയുമ്പോൾ ഞാൻ ഒച്ചയിടുവേ. അപ്പൊ ഞാൻ ഒച്ചയിടാൻ വയ്യാതെ പറഞ്ഞു ഞാൻ എടുത്തില്ല. അപ്പൊ രാവിലെ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞത്, പിന്നെ വിളിച്ചു, പിന്നെ ഫോൺ എടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവിടെ വരാൻ പറഞ്ഞത് കുമ്പടി മറ്റേ കുറവാ സംഘം ഇറങ്ങിയില്ലേ, അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞാൽ കേൾക്കൂല. നിങ്ങള് ഇങ്ങോട്ട് വന്നിരിക്കേ കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ അവർ കേൾക്കൂല. മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ? ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വേറെ വഴിയില്ലല്ലോ, വേറെ സ്ഥലവും ഇല്ല. പിന്നെ അവരെവിടെ പോകുമോ? ഇവിടൊക്കെ തന്നെ കൊണ്ടുവരണം. അതിനായിട്ട് ആരെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഞങ്ങൾ പോകും. ഞങ്ങൾ പാർട്ടിക്കാരെല്ലാരും ഉണ്ട്, ഞങ്ങൾ പോകും. ഈ 2 ചെറിയ വീടുകളിലായാണ് ഇവർ താമസിക്കുന്നത്. കാളിയപ്പൻ ഇവരൊക്കെ 1 മാസം ഇവിടെ നിൽക്കും, വന്നു കഴിഞ്ഞാൽ 1 മാസം നിൽക്കും, അതിനുശേഷം വീണ്ടും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഒരുപക്ഷെ പാലക്കാടായിരിക്കും. പാലക്കാട് ആക്രി പറക്കിയ സാധനങ്ങൾ പാലക്കാട് വിൽക്കും. അതായത് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരിൽ ഒരു ഗോഡൌണിൽ വിൽക്കും. അങ്ങനെ അന്നേക്കുള്ളത് മാത്രം കിട്ടും. അതിനു വേണ്ടിയുള്ള ഒരു ജീവിതമാണ്. അലഞ്ഞു തിരിഞ്ഞാണ് നടക്കല്. റോഡിന്റെ സൈഡിൽ എവിടെയും കിടക്കും. ഒരുപക്ഷെ പാലക്കാടാണെങ്കിൽ ഒരുപക്ഷെ പാലക്കാട്ടേക്ക് വന്ന സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നതാണ് ബീന ചേച്ചി പറഞ്ഞത്, അയൽവക്കക്കാരി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വളരെ ദാരിദ്ര്യത്തിലാണ് ഇവർ താമസിക്കുന്നത്. വളരെ ചെറിയ വീടാണ്. ഇവിടെ മൃതദേഹങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അടുത്തുള്ളൊരു ശ്മശാനത്തിൽ അത് ദഹിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും വളരെ ദാരിദ്ര്യാവസ്ഥയിൽ താമസിക്കുന്നവർക്ക് അന്നത്തെ അന്നത്തിന് വേണ്ടിയാണ് അവർ വഴിവക്കിലും കടന്ന് ഒക്കെ അങ്ങനെ കഴിച്ചു കൂട്ടിയൊക്കെയാണ് അവരെ ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത്. മൽഗോഴ്സി മോഹനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.